വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസിഷൻ ട്രീ എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമാണ് നോക്കുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിങ്ങിൻ്റെ മാത്തമാറ്റിക്കൽ ഐഡിയ ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പം നമ്മളതിൽ ഡിസിഷൻ ട്രീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പുതിയ മോഡലിനെ പഴയ മോഡലിൽ നിന്ന് വരുന്ന റെസിഡ്യൂൽസിൻ്റെ ബേസിൽ ട്യൂൺ ചെയ്തിട്ടാണ് ഒരു പെർഫെക്റ്റ് ഡിസിഷൻ ട്രീയിലെത്ത് നമ്മുടെ എറർ മിനിമം ആക്കുകയും പ്രഡിക്ഷൻ പെർഫെക്റ്റ് ആക്കുകയും ചെയ്തിരുന്നത് ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിങ്ങിൽ. അതിൽ നമ്മൾ ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ ട്രീയുടെ ഒരു ക്രൈറ്റീരിയ എവിടുന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്നത് ആണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എറർ മിനിമൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ട്രീ ക്രിയേഷനിൽ വരുന്ന സ്പ്ലിറ്റിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ല, നമ്മൾ നോർമലി ഒരു ഡിസിഷൻ ട്രീയിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്പ്ലിറ്റിലേക്ക് എത്തുന്നത് എന്നും മനസ്സിലാക്കാനും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ഡാറ്റാ സെറ്റിൽ 2, 4, 6, 8 എന്ന് പറഞ്ഞ അവേഴ്സ് ആയിരുന്നു. അതിൻ്റെ ബേസിൽ നമുക്ക് മാർക്ക് വന്നിരുന്നത് 40, 60, 70, 90 അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ റെസിഡ്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്തു. -25, -5, +5, +25. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു ഡാറ്റാ സെറ്റ് വരികയാണ്. ഇതിൻ്റെ ബേസിൽ നമ്മൾക്ക് ഒരു സ്പ്ലിറ്റിംഗ്, ഒരു ട്രീക്ക് വേണ്ടി സ്പ്ലിറ്റ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് അവേഴ്സ് <= 4 ആണ്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ അവേഴ്സ് <= 2 വേണമെങ്കിൽ ആക്കാം, <= 4 ആക്കാം, <= 6 ആക്കാം, <= 8 വേണമെങ്കിൽ ആക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ <= 4ഉം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ 2 എൻട്രിയും വരും, >4 ഇവിടെ 2 എൻട്രിയും വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് ശരിക്കും ഒരു ബാലൻസ്ഡ് എന്ന്. പക്ഷേ ആ ഒരു രീതിയിലല്ല ഒരു പെർഫെക്റ്റ് കാൽക്കുലേഷൻ അവിടെ വരുന്നുണ്ട്. അഥവാ നമ്മൾ സ്പ്ലിറ്റ് ചൂസ് ചെയ്യുന്നത് മിനിമൈസ് എറർ, മീൻ സ്ക്വയേർഡ് എറർ എത്രത്തോളം മിനിമൈസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ ആ ട്രീയെ ട്രെയിൻ ചെയ്യുന്നത്. മീൻ സ്ക്വയേർഡ് എറർ എന്ന് പറയും, MSE. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/n (Ri - R)² ആണ്. അഥവാ നമ്മൾ Ri നമ്മുടെ ഓരോ റെസിഡ്യൂൽസ്, R എന്ന് പറഞ്ഞാൽ ആ മൊത്തം റീജിയൻ്റെ മീന്, പിന്നെ നമ്പർ ഓഫ് സാമ്പിൾസ്. അങ്ങനെ നമ്മളൊരു MSE കാൽക്കുലേറ്റ് ചെയ്ത് അത് ഏറ്റവും മിനിമം വരുന്ന സ്പ്ലിറ്റാണ് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അത് മിനിമം വരുന്നത് <= 4 വഴി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡാറ്റ എങ്ങനെയായിരുന്നു? 2, 4, 6, 8 മാർക്ക് 40, 60, 70, 90 ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് പ്രഡിക്ഷൻ 65 സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബേസിൽ നമ്മൾ റെസിഡ്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്തു. എന്തൊക്കെ സ്പ്ലിറ്റുകൾ പോസിബിൾ ആണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ <= 2 ഓക്കെയാണ്, <= 4ഉം വരാം, <= 6ഉം വരാം. x <= 2 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ <= 2 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എയുടെ കാര്യം ഇവിടെയും വരും, ബിയും സിയും ഡിയും റൈറ്റ് നോഡിലോട്ടും വരും. അപ്പോൾ ആ രീതിയിൽ സ്പ്ലിറ്റിംഗ് ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മളതിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പം ലെഫ്റ്റിൽ അപ്പോൾ എന്താ വരിക? -25 ആണ് വരിക, റൈറ്റിൽ ഇത്രയും വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് അതുമായിട്ട് മൈനസ് ചെയ്യാണ് ഈ മീൻ സ്ക്വയേർഡ് എറർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മീൻ സ്ക്വയർ എറർ നമ്മളിവിടെ പറഞ്ഞു. മീൻ സ്ക്വയർഡ് എററിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/n (Ri - R)² വേണമെങ്കിൽ നമുക്കത് ഇതിലിവിടെ ഒന്ന് എഴുതാം. 1/n (Ri - R)². ഇപ്പോൾ <= 2 വരുമ്പോൾ നമ്മൾക്ക് ആകെ -25 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ -25ൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ -25/1 -25 തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എറർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -25 -25² അത്ര ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് -25 + 25² ആവും. അപ്പോൾ നമുക്ക് അതിൽ അവിടെ ആ ഒരു നോഡിൽ നമുക്ക് എറർ കിട്ടുക 0 ആണ്. ഇനി റൈറ്റ് നോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് -5ഉം +5ഉം +25 ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ ആദ്യം കാണുന്നു 8.33 അപ്രോക്സിമേറ്റ്ലി. അത് എല്ലാ Ri മീൻസ് എല്ലാ റെസിഡ്യൂലുമായിട്ടും മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ -5 -8.33² പ്ലസ് ഇവിടെ 5 - 8.33² പ്ലസ് 25 - 8.33².
ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 466.7 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, റൈറ്റ് സൈഡ് നോക്കുമ്പോൾ 466.7 ആണ്. ഓക്കെ, അത് ലാർജ് ആയിരിക്കും. നമുക്ക് വേറെ ഒരു ഓപ്ഷനും കൂടെ നോക്കാം. ഇനി നമ്മൾ ചൂസ് ചെയ്തത് ഏതായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരുന്നു. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആവുമ്പോൾ ഇത് രണ്ടും ലെഫ്റ്റിലോട്ടും ഇത് രണ്ടും റൈറ്റിലോട്ടും വരും. അപ്പോൾ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -25 -5 ഡിവൈഡഡ് ബൈ 2 -15 കിട്ടും. ഇനി എറർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ -25 -15 അപ്പോൾ പ്ലസ് ആവും. 15 സ്ക്വയർ പ്ലസ് -5 -15 പ്ലസ് ആവും സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 + 100 ആണ് കിട്ടുക, ദാറ്റ് ഈസ് 200. ഇനി +5 + 25 വെച്ചിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ 5 + 25 15 ആണ്. അപ്പോൾ 5 - 15 ഹോൾ സ്ക്വയർ പ്ലസ് 25 - 15 ഹോൾ സ്ക്വയറും നമുക്ക് കിട്ടുക എത്രയാണ്? കറക്റ്റ് 10 സ്ക്വയർ + 10 സ്ക്വയർ 100 + 100 200 ആണ്. ഇവിടെയും 200 കിട്ടി, ഇവിടെയും 200 കിട്ടി. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് ബാലൻസ്ഡ് സ്പ്ലിറ്റ് അല്ലേ. മറ്റേ നമ്മൾ നോക്കിയപ്പോൾ എന്തായിരുന്നു? നമ്മളിപ്പോൾ രണ്ട് സൈഡും കൂടെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഭയങ്കര ഹെവി ആയി കിടക്കുന്നു, ഒന്ന് 0 ആയിട്ട് കിടക്കുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ്. ഇവിടെ രണ്ടും ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ബാലൻസ്ഡ് ആണെന്ന്. ആഡ് ചെയ്യുമ്പോഴും 400 മാത്രമാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ലെഫ്റ്റിൽ ഈ 3 നോഡും വരും, 6ന് കുറവുള്ളത് മൊത്തം ഇവിടെ വരും, റൈറ്റിൽ ഒറ്റ നോഡ് വരും. അപ്പോൾ നമുക്ക് നേരത്തെ ഫസ്റ്റ് ചെയ്ത കാൽക്കുലേഷൻ പോലെ തന്നെ തരും. ലെഫ്റ്റിൽ നമ്മൾക്ക് -8.33 വരും, -25 -5 + 5 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ -25/3 വരും, ദാറ്റ് ഈസ് 8.33 -8.33 ആണ്. അത് നമ്മൾ ഈ MSE കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ -25 -8.33 പ്ലസ് ആവും, അത് ഹോൾ സ്ക്വയർ, -5 + 8.33 ഹോൾ സ്ക്വയർ പ്ലസ് 5 + 8.33 ഹോൾ സ്ക്വയർ. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 46.7 കിട്ടും. റൈറ്റിൽ നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, നമുക്കറിയാമല്ലോ ഒന്ന് മാത്രമേ ആവുമ്പോൾ മീനോ 25 ആണ്. അപ്പോൾ 25 ഹോൾ സ്ക്വയർ ബൈ 1 ദാറ്റ് ഈസ് 0. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 466.7 + 0 466.7. നമ്മളൊരു 3 ഓപ്ഷനെ നമുക്ക് സാധ്യതയുള്ളൂ. അത് 3 നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ബാലൻസ്ഡ് സ്പ്ലിറ്റ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ട്രീ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പം നമ്മൾ ഗ്രേഡിയൻ റോസ്റ്റിങ്ങിൽ ഡിസിഷൻ ട്രീയിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിങ് വരിക എന്ന ഒരു കാൽക്കുലേഷനാണ് ഈ വീഡിയോയിൽ. ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് കറക്റ്റ് മനസ്സിലാവാൻ നിങ്ങളൊരു പ്രീവിയസ് വീഡിയോ ഉണ്ട് ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിൻ്റെ, അത് ആദ്യം കണ്ടുവരിക. ഞാനിവിടെ പിൻ ചെയ്യാം. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ ത്രൂ കമൻറ്റ്സ്. താങ്ക് യു.